ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായി ഇന്ന് അഹമ്മദാബാദിൽ കൂടിക്കാഴ്ച നടത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. യുവപ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നു. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ISRO ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇന്ത്യ ന്യൂസിലാന്റ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് അഹമ്മദാബാദിൽ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി വിലയിരുത്തുന്ന ഇരു നേതാക്കളും സബർമതി ആശ്രമവും സന്ദർശിക്കും. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ ഉൾപ്പെടെ വിവിധ പരിപാടികളിലും സംബന്ധിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 യുവ പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. കേരളത്തിൽ നിന്ന് 60 അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ദേശീയ യുവജന ദിനം. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് നടക്കും. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിഴിഞ്ഞം വാർഡിൽ ആകെ 10 പോളിംഗ് സ്റ്റേഷനുകളും പായിമ്പാടം, ഓണക്കൂർ വാർഡുകളിൽ 1 വീതം പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. വിഴിഞ്ഞത്ത് 13,307 വോട്ടർമാരും പായിമ്പാടത്ത് 950ഉം ഓണക്കൂരിൽ 1,183 വോട്ടർമാരുമാണ് ഉള്ളത്. വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇന്നും നാളെയും അതത് ജില്ലാ കളക്ടർമാർ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ചെലവ് കണക്ക് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെ സ്ഥാനാർത്ഥികൾ കണക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 12-ആണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡിസിയിൽ നടക്കുന്ന G7 ക്രിറ്റിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് പങ്കെടുക്കും. തന്ത്രപ്രധാനമായ വിഭവങ്ങളുടെ ആഗോള വിതരണ ശൃംഖല സുരക്ഷിതമാക്കുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യം. വികസിത ഭാരതം എന്ന ദർശനം കൈവരിക്കുന്നതിന് നിർണായക ധാതുക്കളുടെ സുരക്ഷിത വിതരണ ശൃംഖലകൾ അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ഒരു സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ISRO ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 10:17-നാണ് വിക്ഷേപണം. EOS-N-നൊപ്പം മറ്റ് 15 ഉപഗ്രഹങ്ങളും ഇന്ന് വിക്ഷേപിക്കും. PSLVയുടെ 64ാമത്തെ വിക്ഷേപണമാണ് ഇത്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവ്വഹണം ഉറപ്പാക്കുന്നതിനായി 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ഈ സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും അവിടത്തെ വികസന പ്രവർത്തനങ്ങളും. വിശദാംശങ്ങളിലേക്ക്. മഹാരാഷ്ട്രയുടെ കിഴക്കൻ മേഖലയിലെയും പ്രത്യേകിച്ച് വിദർഭ മേഖലയിലെയും അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്ഥാപിച്ച നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇന്ന് രാജ്യത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 2015 ഒക്ടോബറിൽ തുടക്കം കുറിച്ച ഈ ബൃഹത് പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് 2017 ഓഗസ്റ്റ് 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെ പദ്ധതി നേരിട്ട് വിലയിരുത്തിയിരുന്നു. നിർമ്മാണവേളയിൽ ഡ്രെയിനേജ് സംവിധാനം മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തടസ്സങ്ങൾ വിവിധ ഏജൻസികളുടെ ഏകോപിതമായ പ്രവർത്തനത്തിലൂടെ വേഗത്തിൽ പരിഹരിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണവും കൃത്യസമയത്തുള്ള ഇടപെടലുകളും വഴി പദ്ധതിയുടെ തടസ്സങ്ങൾ നീങ്ങുകയും 2021 ഡിസംബറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ജനുവരി 28-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കും 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 2 വരെ സമ്മേളനം തുടരും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ജനുവരി 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 2030ഓടെ പാരമ്പര്യേതര ഊർജ്ജശേഷി 500 ജിഗാവാട്ടും 2070ഓടെ കാർബൺ ബഹിർഗമനം 0-ലെത്തിക്കുവാനുമുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. അബുദാബിയിൽ നടന്ന അന്താരാഷ്ട്ര പുനരുപയോഗ ഊർജ്ജ ഏജൻസിയുടെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2025ഓടെ തന്നെ മൊത്തം വൈദ്യുതി ഉൽപാദന ശേഷിയുടെ 50%വും ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്ന് കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നവഭാരതം നവകേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള കൌമുദി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നടക്കുന്ന നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 6ാം ദിവസമായ ഇന്ന് വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നിയമസഭാ പുസ്തകമേളയുടെ ഭാഗമായി ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ വേദി 2-ൽ കവിയരങ്ങ് നടക്കും. കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ച തെയ്യം അവതരണത്തിന് ഇന്ന് അവസാനമാവുകയാണ്. നിയമസഭാ മ്യൂസിയത്തിന് മുന്നിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ വസൂരിമാല ഭഗവതി തെയ്യവും 8 മണി മുതൽ പൊട്ടൻ ദൈവൻ തെയ്യവും അരങ്ങേറും. സ്റ്റുഡൻസ് കോർണറിൽ വൈകിട്ട് 4:30 മണിക്ക് കോട്ടൺ ഹിൽസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിക്കുന്ന വായനാ ദിനം നാടകവും ഉണ്ടാകും. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങളുടെ ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. തിരുവാഭരണങ്ങൾ പുലർച്ചെ പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ നിന്നും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. ഉച്ചയ്ക്ക് 12 വരെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനം നടക്കും. 1 മണിക്ക് ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടും. 14-നാണ് മകരവിളക്ക്. കേരളത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് സംസ്ഥാന വ്യാപകമായി ഇന്ന് തുടക്കമാകും. 12,000-ഓളം സ്കൂളുകളിലും 1,200-ലധികം കോളേജുകളിലും നടക്കുന്ന ക്വിസ് മത്സരത്തിൽ 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ന്യൂസിലാന്റ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ന്യൂസിലാന്റിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഗുജറാത്തിലെ വഡോദരയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ന്യൂസിലാന്റ് ഉയർത്തിയ 301 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 306 റൺസ് നേടി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 26 റൺസും വിരാട് കോഹ്ലി 93 റൺസും ശുഭ്മാൻ ഗിൽ 56 റൺസും നേടി. 2ാം ഏകദിനം മറ്റന്നാൾ രാജ്കോട്ടിലും 3ാമത്തെയും അവസാനത്തെയും മത്സരം ഈ മാസം 18-ന് ഇൻഡോറിലും നടക്കും. റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ റഷ്യയുടെ തെക്കൻ നഗരമായ വൊറോനെഷിൽ കഴിഞ്ഞ ദിവസം യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. യുക്രൈനിയൻ നഗരങ്ങളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയാണിതെന്ന് യുക്രൈൻ പ്രതികരിച്ചു. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന IDF അറിയിച്ചു. ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് IDF ഒരു സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായി ഇന്ന് അഹമ്മദാബാദിൽ കൂടിക്കാഴ്ച നടത്തും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. യുവപ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നു. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS N1 ISRO ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇന്ത്യ ന്യൂസിലാന്റ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11 മണിക്ക്.